ഇതിപ്പോൾ പൊട്ടറ്റോയും അതുപോലെ ചിക്കനും ചേർത്തിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അത് ശരിക്കും സ്നാക്കായിട്ടും നമുക്ക് അതുപോലെ വല്ലപ്പോഴൊക്കെ ഡിന്നറിനും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചീസൊക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ എടുത്ത് ബോയിൽ ചെയ്ത് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, കട്ടില്ലാതെ തന്നെ. അപ്പോൾ ഏകദേശം ചൂടോടെ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടില്ലാതെ ഉടഞ്ഞ് കിട്ടും നമുക്കിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലും ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിയും ചേർക്കണം ഇതിലേക്ക്. മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി അല്പം ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് കേട്ടോ. ബേക്കിംഗ് പൗഡറിന് പകരം വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇതിൻ്റെ കുറച്ച് പകുതിയായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ടയും ഒരല്പം ഞാൻ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡറാണ് ഇതിൽ മെയിനായിട്ട് എരിവിന് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഒരല്പം ചിക്കൻ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ചൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാർസ്ലി ലീവ്സ് നമ്മൾ ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് കൈക്കുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പാർസ്ലി ലീവ്സ് എന്ന് പറയുന്നത് അയമോദക ചെടിയാണ്. അപ്പോൾ അത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഗാർണിഷിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അധികം ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ മാവ് നമ്മളെല്ലാം കൂടെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അല്പം ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. ഇതിപ്പോൾ പൊട്ടറ്റോ ഒക്കെ ചേർത്താരണം കൊണ്ട് തന്നെ നമ്മൾ മാവി ഒന്ന് ഇരിക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് വെക്കാം. പിന്നെ വേണമെങ്കിൽ അല്പം ഓയിലും കൂടെ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കില്ല. പിന്നെ ഇനി നമുക്കിതൊന്ന് ഈ ഒരു 4 പോർഷനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് 2 എണ്ണം വെച്ചിട്ടാണ് നമ്മളിത് ഒരെണ്ണം തയ്യാറാക്കുന്നത്. 2 എണ്ണം എടുത്ത് ചപ്പാത്തി പോലെ പരത്തിയിട്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതുപോലെ തന്നെ ഒന്ന് 1 ഇഞ്ച് കട്ടിയിലായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. മാവ് ചേർത്ത് പരത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഒട്ടിപ്പിടിക്കില്ലത്. അപ്പോൾ തീരെ വെള്ളം ഇല്ലാതെ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം കേട്ടോ. പൊട്ടറ്റോയിലധികം വെള്ളം പാടില്ല. വല്ലപ്പോഴൊക്കെ ഇതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എപ്പോഴും ഉണ്ടാക്കാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ചീസൊക്കെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ കുട്ടികൾക്കായാലും. അപ്പോൾ രാത്രിക്കൊക്കെ അധികം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ലത്. നല്ല സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ചീസ് ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ഇതുപോലെ പരത്തിയിട്ട് കണ്ടോ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കൂടുതൽ. ഇനി ഇതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ചീസൊക്കെ ഒന്ന് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ സൈഡൊക്കെ നല്ലോണം ഒട്ടിച്ചതിന് ശേഷം ഇത് 4 ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ 4 പിന്നെ 6 ആക്കിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 പീസാക്കി എടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരാൾക്ക് എടുത്ത് കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ അപ്പോൾ ചീസ് പുറത്തേക്കൊന്നും പോകില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പാർസ്ലി ലീവ്സ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട. അതിന് പകരം നല്ലോണം തന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ട്. അപ്പോൾ 4 ഞാനിതുപോലെ ഒട്ടിച്ച് സൈഡൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് കുറച്ച് എണ്ണയിൽ തിളച്ച എണ്ണയിൽ ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കുള്ളൂ. പിസ്സയുടെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് പകരം നമ്മൾക്ക് പിസ്സ ഉണ്ടാക്കിക്കൂടെ. അത് വേറൊരു ടൈപ്പ് പിസ്സ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. എല്ലാം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ല ഇഷ്ടമായിരിക്കുള്ളൂ. മറ്റേത് ഞാനിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ 2 സെറ്റ് കിട്ടും നമുക്ക്. കണ്ടോ ഫ്രൈ ചെയ്ത് 2 സൈഡും നല്ലോണം തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ചീസൊന്നും തീരെ അതിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് വരില്ല. നല്ല ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എണ്ണയൊന്നും അധികം തീരെ കുടിക്കില്ലത്. എണ്ണ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും ചൂടോടുകൂടി തന്നെ അത് സോസ് കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പറഞ്ഞു വെറുപ്പിക്കുകയല്ല കേട്ടോ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. ഹാവ് എ നൈസ് ഡേ.